നമ്മുടെ രാജ്യത്ത് BJP ഒഴികെയുള്ള അല്ലെങ്കിൽ രാജ്യം ഭരിക്കുന്ന കേന്ദ്ര സർക്കാരിൽ ഉൾപ്പെട്ടിരിക്കുന്ന NDA നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് എന്ന ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ ഭാഗമായിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ ഒഴികെയുള്ളവർ ആവശ്യപ്പെടുന്നത് SIR സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ അതിതീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികൾ നിർത്തിവെക്കണം എന്നാണ്. അതിൻ്റെ ആവശ്യമില്ല. അത് സത്യത്തിൽ യഥാർത്ഥത്തിൽ വോട്ടുള്ളവരെ പുറത്താക്കുന്ന നടപടിയാണ്. പകരം വേറെ ചില തട്ടിപ്പുകൾ, ക്രമക്കേടുകൾ അതിൽ നടത്താൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെയാണ് അവരുടെ ആക്ഷേപവും ആരോപണവും. എന്നാൽ ഇതിൻ്റെ എല്ലാം ഈ ആരോപണങ്ങളുടെയും ആക്ഷേപങ്ങളുടെയും മുനയൊടിക്കുന്ന ഒരു സംഭവം കഴിഞ്ഞ ദിവസം വെസ്റ്റ് ബംഗാളിൽ, പശ്ചിമ ബംഗാളിൽ, നമ്മുടെ മമത ഭരിക്കുന്ന ബംഗാളിൽ നടന്നു. അവിടെ പോലീസ് നാദിയ എന്ന് പറയുന്ന ഒരു സ്ഥലം റെയ്ഡ് ചെയ്തു. ആ സ്ഥലത്ത് റെയ്ഡ് ചെയ്തപ്പോൾ പോലീസിന് കിട്ടിയത് 10,000-ഓളം വ്യാജ വോട്ടർ ID കാർഡുകൾ നിർമ്മിച്ച് വച്ചിരിക്കുന്നതാണ്. ഇത് പിടിച്ചെടുത്ത പോലീസ് തുടരന്വേഷണം നടത്തുകയാണ്. ചിലരെയൊക്കെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നും ഉള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അതേസമയം ബംഗാളിലെ BJPയും കോൺഗ്രസും അതുപോലെ തന്നെ ഇടതുപക്ഷവും ഇതിനെതിരെ ശക്തമായി രംഗത്ത് വന്നു. വ്യാജ വോട്ടർ ID കാർഡുകൾ നിർമ്മിച്ച് മമത ഇലക്ഷൻ അട്ടിമറിക്കുകയാണെന്നും അതിലൂടെ വിജയം തട്ടിയെടുക്കുകയാണ് എന്നും ഇവരെല്ലാവരും ആരോപിക്കുന്നു. നോക്കൂ, ഇക്കാര്യം BJP വളരെ പണ്ട് മുതലേ പറയുന്നതാണ്. ഇതിൽ നിന്ന് വോട്ടർ പട്ടിക ശുദ്ധീകരിച്ച് തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ സംശുദ്ധമാക്കാനാണ് BJPയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ SIR നടപ്പാക്കി വരുന്നത്. സുപ്രീം കോടതിയിൽ പോലും അത് ചലഞ്ച് ചെയ്യപ്പെട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ ഇന്ത്യ മുന്നണിയിലെ കക്ഷികളെല്ലാവരും ചേർന്ന് ഇതും പൊക്കിപ്പിടിച്ച് സുപ്രീം കോടതിയിലേക്ക് പോയി. ഒന്നാം ഘട്ട SIRൻ്റെ ഭാഗമായി ബീഹാറിൽ നിന്ന് ലക്ഷക്കണക്കിന് വോട്ടർമാരെ പുറത്താക്കി എന്ന് പറഞ്ഞാണ് അവർ അവിടെ സുപ്രീം കോടതിയിലേക്ക് ഹർജിയുമായി പോയത്. എന്നാൽ വസ്തുതകൾ പരിശോധിച്ച് രണ്ട് ഭാഗവും കേട്ടുകഴിഞ്ഞപ്പോൾ സുപ്രീം കോടതി ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചു. SIR ബീഹാറിൽ മാത്രം പോരാ, രാജ്യം മുഴുവനും നടപ്പാക്കണം. 1950 നമ്മളൊരു സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക് ആയതിനു ശേഷം 9 തവണ നമ്മുടെ രാജ്യത്ത് SIR നടപ്പാക്കിയിട്ടുണ്ട്. വോട്ടർ പട്ടിക ശുദ്ധീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയും വോട്ടർ പട്ടിക ശുദ്ധീകരിക്കുന്ന നടപടി ഒരു പുതിയ കാര്യമല്ല. അതുകൊണ്ട് അത് തുടരണം, രാജ്യം മുഴുവനും അത് നടപ്പാക്കണം എന്നാണ് സുപ്രീം കോടതി നിർദ്ദേശിച്ചത്. വലിയ വായിൽ നിലവിളിച്ചുകൊണ്ട് വലിയ ആക്ഷേപങ്ങളൊക്കെ ഉന്നയിച്ച് നരേന്ദ്രമോദിയെയും കേന്ദ്ര സർക്കാരിനെയും പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ട് വോട്ട് ചോരി എന്ന വ്യാജ ആരോപണവുമായി രംഗത്തെത്തിയവർ അതോടുകൂടി ഒടിഞ്ഞു മടങ്ങി. സുപ്രീം കോടതിയിൽ നിന്ന് അവർ നാണം കെട്ട് തലയും താഴ്ത്തി പുറത്തു വരുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഇപ്പോൾ ഇതാ കേരളമടക്കം 12 സംസ്ഥാനങ്ങളിൽ SIR നടപ്പാക്കാൻ തീരുമാനിച്ചു. കേരളത്തിൽ നമുക്കറിയാം, പതിവ് പോലെ കേന്ദ്രം എന്തു കൊണ്ടുവന്നാലും ശരി ഒറ്റക്കെട്ടായി, അവിടെ ഭേദമൊന്നുമില്ല. പരസ്പരം കടിച്ചു കീറാൻ നിൽക്കുന്ന മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട പിണറായി വിജയനും അതുപോലെ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് VD സതീശനും ഒറ്റക്കെട്ടാണ്. അവർ ഒറ്റക്കെട്ടായി നിയമസഭയുടെ ഒരു ചെറിയ സമ്മേളനം വിളിച്ചുകൂട്ടി പ്രമേയം പാസാക്കിക്കളയും. ഇത്തരത്തിലുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടലുകളെ പരാജയപ്പെടുത്താൻ. ഇവിടെ നമുക്കറിയാം, SIR നടപ്പാക്കുന്നത് കേന്ദ്ര സർക്കാരല്ല, അത് നമ്മുടെ തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് നടപ്പാക്കുന്നത്. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിൻ്റെ സേവനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്, പ്രയോജനപ്പെടുത്തുന്നത് അതത് സംസ്ഥാനങ്ങളിലെ സർക്കാർ ജീവനക്കാരെയാണ്. ഇപ്പോൾ കേരളം ഭരിക്കുന്നത് ഇടതുപക്ഷമാണ്. നമുക്കറിയാം, കേരളത്തിലെ സർക്കാർ ജീവനക്കാരിൽ ബഹുഭൂരിപക്ഷവും ഇടതുപക്ഷക്കാരാണ്. പ്രത്യേകിച്ചും CPI-Mൻ്റെ യൂണിയനിൽപ്പെട്ട ആൾക്കാരാണ്.
പിന്നെ ഉള്ളത് റവന്യൂ ജീവനക്കാരുടെയും അധ്യാപകരുടെയും സേവനമാണ് SIR നടപ്പാക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മുടെ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾക്കെല്ലാം ഉപയോഗിക്കുന്നത്, പ്രയോജനപ്പെടുത്തുന്നത് ഇവരുടെ സേവനമാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെടുന്നതും ഇവരെയാണ്. എന്നാൽ തങ്ങളുടെ യൂണിയനിൽപ്പെട്ട ജീവനക്കാരായിരുന്നിട്ട് പോലും അവരെ സംസ്ഥാന സർക്കാരിനും ഇവിടുത്തെ CPIM-നും CPI-ക്കും കോൺഗ്രസിനും ഒന്നും വിശ്വാസമില്ല. ഈ SIR നടപ്പാക്കാൻ അനുവദിക്കില്ല എന്ന് ഒറ്റക്കെട്ടായിട്ട് പ്രമേയം പാസ്സാക്കുന്ന സാഹചര്യത്തിലെത്തി നിൽക്കുകയാണ് സംസ്ഥാന സർക്കാർ. കഴിഞ്ഞ ദിവസം നമ്മുടെ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു, എന്ത് വില കൊടുത്തും SIR നടപ്പാക്കില്ല, തടയും എന്ന്. സമാനമായ ശബ്ദമാണ്, സ്വരമാണ് ബംഗാളിൽ നിന്നുയരുന്നത്. നോക്കൂ, അവിടെ മമതയുടെ തൃണമൂൽ കോൺഗ്രസും CPM-ന്റെ കേരള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പാർട്ടിയായ CPIM-ഉം നേർക്കുനേർ ഏറ്റുമുട്ടുകയാണ്. പരസ്പരം കണ്ടാൽ കടിച്ചു കീറും. CPM-നെ ഓടിച്ചിട്ടടിച്ചുകൊണ്ടിരിക്കുകയാണ് CPM കേഡർമാരെ തൃണമൂൽ പാർട്ടി പ്രവർത്തകർ. പക്ഷേ ആ സാഹചര്യത്തിലും അവർക്ക് SIR എന്ന് പറയുന്ന വോട്ടർ പട്ടിക ശുദ്ധീകരിക്കാനുള്ള നടപടിക്രമങ്ങളെ ഒറ്റക്കെട്ടായിട്ട് നിന്ന് എതിർക്കാൻ കഴിയുന്നു. ഈ വൈരുദ്ധ്യം എന്തുകൊണ്ടാണ് എന്ന് നാദിയ നമുക്ക് പറഞ്ഞു തരുന്നു. വെസ്റ്റ് ബംഗാളിലെ നാദിയയിൽ നിന്ന് പിടിച്ചെടുക്കപ്പെട്ട 10,000 വ്യാജ വോട്ടർ ID കാർഡുകൾ നൽകുന്ന സൂചന എന്താണ്? ബംഗാളിൽ വ്യാപകമായിട്ട് വ്യാജ ID കാർഡുകൾ നിർമ്മിക്കുന്നു. ബംഗാളിലേക്ക് നുഴഞ്ഞു കയറുന്ന, ബംഗ്ലാദേശിൽ നിന്നും മ്യാൻമാറിലെ റോഹിംഗ്യകളും ബംഗാളിലേക്ക് നുഴഞ്ഞു കയറുന്ന ബംഗ്ലാദേശികൾക്കും റോഹിംഗ്യകൾക്കും വ്യാജ ആധാർ കാർഡ് പോലുള്ളവ നൽകി അവരെ രാജ്യത്തിൻ്റെ പല സംസ്ഥാനങ്ങളിലേക്കും പറഞ്ഞയക്കുന്നു. നമുക്കറിയാം, കഴിഞ്ഞ തവണ കേരളത്തിൽ സംസ്ഥാന നിയമസഭയിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ എത്ര ബസ്സുകളാണ് ഇവിടെ നിന്ന് ബംഗാളിലേക്ക് പോയതെന്ന് നമുക്കറിയാം. നോക്കൂ, നിരവധി ട്രെയിനുകൾ കേരളത്തിൽ നിന്ന് ബംഗാളിലേക്ക് പോകുന്നുണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഏതാണ്ട് 1000-ഓളം ബസ്സുകൾ, ഒരു ബസ്സിൽ 60 പേർക്ക് ഇരുന്ന് യാത്ര ചെയ്യാൻ കഴിയും. അങ്ങനത്തെ 1000 ബസ്സുകളാണ് കേരളത്തിൽ നിന്ന് ബംഗാളിലേക്ക് പോയത്. ഇത് മുഴുവനും ബംഗാളിൽ നിന്ന് കേരളത്തിലെത്തി ജോലി ചെയ്യുന്ന, കൂലിപ്പണി എടുക്കുന്ന ബംഗാളികൾ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന മറ്റാരോ ആണ് എന്ന് സംശയിച്ചാൽ കുറ്റം പറയാൻ സാധിക്കുമോ? ഇവർക്ക് കേരളത്തിലും വോട്ടുണ്ട്, ഇവർ കേരളത്തിലും വോട്ട് ചെയ്തിട്ടുണ്ടാകും. അങ്ങനെ കേരളത്തിൽ വോട്ട് ചെയ്തിട്ടുള്ള ആൾക്കാരെ ആണോ ഈ ബസ് പിടിച്ച് ബംഗാളിലേക്ക് അയച്ചത്? ആ ബംഗാളിൽ ഇവർ എങ്ങനെ എത്തി? ഇവർ ബംഗാളിൽ നിന്ന് ഇവർക്ക് എങ്ങനെ ഈ വോട്ടർ ID കാർഡുകൾ കിട്ടി? ഇവർ ശരിക്കും ബംഗാളികൾ തന്നെയാണോ? ഇതൊക്കെ, ഈ ചോദ്യങ്ങൾക്കൊന്നും കൃത്യമായ ഒരു ഉത്തരവും പറയാൻ നമ്മുടെ കേരളം ഭരിക്കുന്ന ബഹുമാനപ്പെട്ട പിണറായി വിജയനോ ബംഗാൾ ഭരിക്കുന്ന ആദരണീയയായ മമതയ്ക്കോ കഴിയുന്നില്ല. ചോദിച്ചാൽ മമത നമ്മളെ തിരിച്ചാക്രമിക്കും. നിങ്ങൾ ബംഗാളികളെ മുഴുവനും അപമാനിക്കുകയാണ് എന്ന് പറഞ്ഞ് നമ്മളെ ആക്രമിക്കും. അതുകൊണ്ട് മമതയോട് ഇതേക്കുറിച്ച് ചോദിക്കാനും ആർക്കും ധൈര്യമില്ല. പക്ഷേ നിരന്തരം ബംഗാളിൽ നിന്നും രാജ്യത്തിൻ്റെ മറ്റു പല ഭാഗങ്ങളിൽ നിന്നും പിടിയിലാകുന്ന ബംഗ്ലാദേശികളും റോഹിംഗ്യകളും ഇന്ത്യയിലേക്ക് വന്നത് മറ്റൊരു വഴിയിലൂടെയുമല്ല, ബംഗാളിലൂടെയാണ്. നേപ്പാളിലെത്തി നേപ്പാളിൽ നിന്ന് വളരെ ഈസിയായി, വളരെ വേഗത്തിൽ, വളരെ എളുപ്പത്തിൽ ഇന്ത്യൻ അതിർത്തി കടക്കാൻ കഴിയും. പക്ഷേ അവർ ആ മാർഗമല്ല ഉപയോഗിക്കുന്നത്. അവർ കൃത്യമായിട്ട് ബംഗാളിലെ മുർഷിദാബാദ്, മാൾഡ തുടങ്ങിയ അതിർത്തി ജില്ലകളിലൂടെയാണ് ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറുന്നത്, ബംഗാളിലെത്തുന്നത്. അങ്ങനെ എത്തുന്നവർക്ക് നൽകാനല്ലേ ഈ 10,000 വോട്ടർ ID കാർഡുകൾ അവിടെ നിർമ്മിച്ചു കൂട്ടിയത് എന്ന ചോദ്യമാണ് ഉയരുന്നത്. എന്തായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ്. കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയുടെ നിർദ്ദേശാനുസരണം രാജ്യത്തെ മുഴുവൻ സംസ്ഥാനങ്ങളിലും SIR നടപ്പാക്കിയേ മതിയാവുള്ളൂ. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ
കൃത്യമായ സൂചനയാണ്, അതിൻ്റെ ആവശ്യകതയാണ് ഈ ബംഗാളിലെ നാദിയ എന്ന സ്ഥലത്ത് നിന്ന് പിടിച്ചെടുത്ത വോട്ടർ ID കാർഡുകൾ, വ്യാജ വോട്ടർ ID കാർഡുകൾ നൽകുന്നത്. എന്തായാലും നമുക്ക് കൂടുതൽ ശ്രദ്ധയോടെ മുന്നോട്ട് പോകാം. കേന്ദ്ര സർക്കാർ ഉചിതമായ തീരുമാനമെടുക്കട്ടെ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിൻ്റെ ഭരണഘടനാ പദവി ഉള്ള ഒരു സ്ഥാപനമാണ്. അതിൻ്റെ ഏറ്റവും വലിയ ശക്തി ഉപയോഗിച്ച് SIR സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ അതിതീവ്ര വോട്ടർ പട്ടിക പരിഷ്കരിക്കട്ടെ എന്ന് നമുക്കും ആഗ്രഹിക്കാം.